ഞാൻ എൻ്റെ എഴുത്ത് അവസാനിപ്പിക്കുന്നു എന്ന ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് വഴിയാണ് പെരുമാൾ മുരുകൻ എന്ന എഴുത്തുകാരനെ പറ്റി അറിയുന്നത്. അങ്ങനെ ഒരു പോസ്റ്റ് ഇടാൻ കാരണം അദ്ദേഹത്തിൻ്റെ ഒരു കൃതിയാണ് എന്ന് അറിഞ്ഞതിന് ശേഷമാണ് അദ്ദേഹത്തിൻ്റെ പുസ്തകങ്ങൾ കൂടുതൽ വായിക്കുന്നത്. അങ്ങനെ വായിച്ചതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട 2 പുസ്തകങ്ങളാണ് അർദ്ധനാരിക്കും ആലവായനും. ഇതിൽ ആലവായൻ എന്ന പുസ്തകത്തിൻ്റെ നിരൂപണമാണ്, അല്ലെങ്കിൽ ആലവായൻ എന്ന പുസ്തകം വായിച്ചപ്പോൾ എനിക്കുണ്ടായ വായനാ അനുഭവമാണ് ഈ വീഡിയോയിലൂടെ പങ്കുവയ്ക്കാൻ ഉദ്ദേശിക്കുന്നത്. ആലവായൻ എന്നാൽ വലിയ വായ് ഉള്ളവൻ എന്നാണ് അർത്ഥം. പെരുമാൾ മുരുകൻ്റെ അർദ്ധനാരി എന്ന പുസ്തകത്തിൻ്റെ തുടർച്ചയായിട്ടാണ് ആലവായൻ എന്ന പുസ്തകം അദ്ദേഹം എഴുതിയത്. ഒന്നാമത്തെ പുസ്തകത്തിൻ്റെ അവസാനം അതിലെ പ്രധാന കഥാപാത്രമായ കാളി മരിച്ചോ ഇല്ലയോ എന്നൊരു സംശയത്തിൻ്റെ മുൾമുനയിലാണ് നിർത്തുന്നത്. അതിനുശേഷം അദ്ദേഹത്തിൻ്റെ പല വായനക്കാരും അദ്ദേഹത്തിനോട് ആവശ്യപ്പെട്ടതിന് ശേഷമാണ് അതിൻ്റെ ഒരു ക്ലാരിഫിക്കേഷൻ അല്ലെങ്കിൽ ഒരു വിശദീകരണം എന്ന നിലയ്ക്ക് രണ്ടാമത്തെ പുസ്തകമായ ആലവായൻ എഴുതുന്നത്. രണ്ടാമത്തെ പുസ്തകമായ ആലവായനിൽ ഒന്നാമത്തെ പുസ്തകത്തിലെ പ്രധാന കഥാപാത്രമായ കാളി മരിച്ചതിന് ശേഷം ഭാര്യയായ പൊന്നയ്ക്കും കാളിയുടെ അമ്മയ്ക്കും പൊന്നയുടെയും കുടുംബത്തിനും ഉണ്ടായ ജീവിത സാഹചര്യങ്ങളിലെ വ്യത്യാസമാണ് കാണിച്ചിരിക്കുന്നത്. അതിൽ പ്രധാനമായും കാളിയുടെ ഭാര്യയായ പൊന്നയുടെ മാനസിക സംഘർഷങ്ങൾ, പൊന്നയുടെ ജീവിതത്തിലുണ്ടായ വ്യത്യാസങ്ങളാണ് ഈ പുസ്തകത്തിലൂടെ കാണിച്ചിരിക്കുന്നത്. പുസ്തകത്തിൻ്റെ തുടക്കത്തിൽ പൊന്നയ്ക്ക് ജീവിതത്തോട് ഒരു വിരക്തി ഉണ്ടായിരുന്നു. അത് പുസ്തകം അവസാനിക്കുന്നിടത്ത് അത് കുറഞ്ഞു ഇല്ലാതായി വരുന്നതായും പൊന്ന ജീവിത യാഥാർത്ഥ്യങ്ങളോട് പൊരുത്തപ്പെട്ട് വരുന്നതായും കാണാം. കാളിയോട് ചേർന്ന് നിൽക്കുന്ന കാളിയുടെ കുടുംബാംഗങ്ങൾക്കും കാളിയുടെ അമ്മ ഉൾപ്പെടെയുള്ള ആൾക്കാർക്കും ഇത്തരം ഒരു വിരക്തി അല്ലെങ്കിൽ ജീവിതത്തോട് ഒരു വെറുപ്പ് ഉണ്ടായിരുന്നെങ്കിലും അവർക്കത് വളരെ പെട്ടെന്ന് തന്നെ മാറി ജീവിത യാഥാർത്ഥ്യങ്ങളോട് പൊരുത്തപ്പെടാൻ സാധിച്ചിരുന്നു. എന്നാൽ കാളിയുടെ ഭാര്യയായ പൊന്നയ്ക്ക് കാളിയുടെ മരണകാരണം താനോ അല്ലെങ്കിൽ കാളിയുടെ അമ്മയോ ആണ് എന്ന സംശയം ഇത്തരമൊരു വിരക്തി മാറാനായി താമസമെടുത്തു. പൊന്ന എവിടെ പോകുമ്പോഴും കാളിയുടെ ഒരു സാന്നിധ്യം ഉണ്ടായതായി പൊന്നയ്ക്ക് അനുഭവപ്പെടുകയുണ്ടായി. കാളി വരുന്ന അല്ലെങ്കിൽ കാളി താമസിച്ചിരുന്ന വീട്ടിലും കാളി പോകാൻ സാധ്യതയുള്ള സ്ഥലങ്ങളിലും കാളിയും പൊന്നയും മരണത്തിന് മുമ്പ് ഒരുമിച്ചിരുന്ന സ്ഥലങ്ങളിലുമെല്ലാം പോകുമ്പോൾ അവിടെ ഉണ്ടാക്കുന്ന കാറ്റും പ്രകൃതി ഉണ്ടാക്കുന്ന മാറ്റങ്ങളും അത് കാളിയുടെ സാന്നിധ്യമായി പൊന്നയ്ക്ക് തോന്നുകയായിരുന്നു. എന്നാൽ മുമ്പോട്ട് പോകുന്തോറും പൊന്നയ്ക്ക് അത് കാളിയല്ല, എന്നാൽ പ്രകൃതിയുടെ തന്നെ മാറ്റങ്ങളാണ് എന്ന് മനസ്സിലായി വരുന്നതാണ്. ഒന്നാമത്തെ ഭാഗത്തിലും ആലവായൻ്റെ തുടക്കത്തിലും പൊന്നയ്ക്കുണ്ടാകുന്ന കുട്ടി ആരുടേതാണ് എന്ന സംശയം പൊന്നയ്ക്കുള്ളതുപോലെ വായനക്കാർക്ക് എല്ലാവർക്കും ഉണ്ടായിരുന്നു. എന്നാൽ അതിൻ്റെ ഉത്തരം നമുക്ക് ആലവായൻ എന്ന ഈ പുസ്തകത്തിൻ്റെ തലക്കെട്ടിലൂടെ മനസ്സിലാകും. ഈ പുസ്തകം വായിക്കുന്ന ഒരാൾക്ക് പുസ്തകത്തിൻ്റെ അവസാനം എത്തുന്ന സമയത്ത് ഈ പുസ്തകത്തിൻ്റെ തലക്കെട്ടിൻ്റെ അർത്ഥം എന്താണെന്നും എന്തുകൊണ്ടാണ് ഈ പുസ്തകത്തിന് ഈ തലക്കെട്ട് കൊടുത്തതെന്നും നമുക്ക് മനസ്സിലാകും. തീർച്ചയായും എല്ലാവരും വായിച്ചിരിക്കേണ്ട, പെരുമാൾ മുരുകൻ്റെ മറ്റ് പുസ്തകങ്ങൾ പോലെ എല്ലാവരും വായിച്ചിരിക്കേണ്ട ഒരു പുസ്തകം തന്നെയാണ് പെരുമാൾ മുരുകൻ്റെ ആലവായൻ. പെരുമാൾ മുരുകൻ്റെ എല്ലാ പുസ്തകങ്ങളിലും ഉള്ളതുപോലെ ജാതി സമ്പ്രദായം, തമിഴ്നാട്ടിലെ ജാതി സമ്പ്രദായത്തെ വ്യക്തമായി എടുത്തു കാണിക്കുന്ന ഒരു പുസ്തകം തന്നെയാണ് ആലവായൻ. മനുഷ്യൻ്റെ മനസ്സിലുണ്ടാകുന്ന മനോവ്യഥകളും മനുഷ്യൻ്റെ മനസ്സിലെ സംഘർഷങ്ങളും വളരെ വ്യക്തമായി ആച്ചിക്കുറുക്കിയ ഭാഷയിൽ പെരുമാൾ മുരുകൻ ബാക്കിയുള്ള പുസ്തകങ്ങളിലെ പോലെ ഈ പുസ്തകത്തിലും പ്രതിപാദിക്കുന്നുണ്ട്. ഏതാണ്ട് സ്വാതന്ത്ര്യ അനന്തര കാലഘട്ടത്തിൽ ഉണ്ടായ ഉൾനാടൻ തമിഴ്നാടൻ ഗ്രാമങ്ങളിലെ ഒരു പൊതുചിത്രമാണ് അർദ്ധനാരിയിലും ആലവായനിലും കാണിക്കുന്നത്, പെരുമാൾ മുരുകൻ വരച്ച് കാണിക്കുന്നത്. തീർച്ചയായും എല്ലാവരും
വായിച്ചിരിക്കേണ്ട ഒരു പുസ്തകം തന്നെയാണ് ആലവായൻ.